മലയാളികൾ ഏറ്റവും കൂടുതൽ ട്രോളുന്ന നടൻ ബാലകൃഷ്ണയാണ്. തെലുങ്ക് നടൻ നന്ദമൂരി ബാലകൃഷ്ണ, ബാലയ്യ. ബാലയ്യ എന്ത് കാണിച്ചാലും മലയാളികൾ ട്രോളും. പക്ഷേ തെലുങ്കർ കൈയടിക്കും. തെലുങ്കിൽ ഇപ്പോഴും 64-കാരനായ ബാലയ്യ മെഗാസ്റ്റാർ തന്നെ. ബാലയ്യയുടെ പേരിൽ കോടികളുടെ ബിസിനസ്സാണ് തെലുങ്ക് സിനിമയിൽ നടക്കുന്നത്. ബാലയ്യപ്പറ്റി കഥകൾ ഒരുപാടുണ്ട്. നടൻ നന്ദു ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഒരു കുപ്പി സീസർ മദ്യം ഒറ്റ പിടിയിൽ കുടിച്ച് കുഴഞ്ഞു വീഴുന്ന ബാലകൃഷ്ണയാണ്. പിറ്റേ ദിവസം ആ മദ്യം കഴിച്ചതിന്റെ ഒരു ഹാങ് ഓവറും ഇല്ലാതെ ജോഗ് ചെയ്തു വരുന്ന ബാലയ്യ. തന്റെ സിനിമ പൊട്ടിയതിന് നിർമ്മാതാവിനെ ബാലയ്യ തോക്കെടുത്ത് വെടിവെച്ചു. നിർമ്മാതാവിന് പരിക്കേറ്റു. അവസാനം സംഭവം കേസായെങ്കിലും നിർമ്മാതാവ് പരാതി പിൻവലിച്ചതുകൊണ്ട് കേസ് മുന്നോട്ട് പോയില്ല. ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ വിവാദങ്ങൾ ബാലയ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാലയ്യ TDP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം MLA-യുമാണ്. ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിന്റെ മച്ചമ്പിയാണ്. ബാലയ്യ ഒരു കാലത്ത് കേരളത്തിൽ തരംഗമായിരുന്നു. 90-കളിൽ തെലുങ്ക് ചിത്രങ്ങൾ, ചിരഞ്ജീവിയുടെയും വെങ്കിടേഷിന്റെയും നാഗാർജുനയുടെയും ഒക്കെ തെലുങ്ക് ചിത്രങ്ങൾ കേരളത്തിൽ എത്തുമായിരുന്നു. അത് തമിഴിൽ മൊഴിമാറ്റിയ ചിത്രങ്ങളാണ്. തെലുങ്ക് ചിത്രങ്ങൾ തമിഴിൽ മൊഴിമാറ്റി കേരളത്തിൽ എത്തിക്കുകയായിരുന്നു. ആ കൂട്ടത്തിലാണ് ബാലയ്യയും കടന്നു വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാലയുടെ ഒരു ചിത്രം ഇവിടെ 25 ദിവസം ഓടിയിട്ടുണ്ട്. യുദ്ധക്കളം എന്നാണ് ചിത്രത്തിന്റെ പേര്. തിരുവനന്തപുരത്തെ സെൻട്രൽ തിയേറ്ററിലായിരുന്നു ആ ചിത്രം പ്രദർശിപ്പിച്ചത്. അട്ടിമുട്ടി ഇടിപ്പടം. നായിക ദിവ്യഭാരതിയായിരുന്നു. ദിവ്യഭാരതിയുടെ ഗ്ലാമറൊക്കെ നന്നായി വിനിയോഗിച്ചെടുത്ത ചിത്രം. ആ യുദ്ധക്കളം തെലുങ്കിലെ ഏത് പേരിൽ അറിയപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല. അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മ പോയി. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആ ചിത്രം കണ്ടത്. യുദ്ധക്കളം തിരുവനന്തപുരം സെൻട്രൽ തിയേറ്ററിൽ 25 ദിവസം ഓടി. ബാലയുടെ ചിത്രങ്ങൾ ദുരിതുരാ വന്നുകൊണ്ടിരുന്നു. മലയാളത്തിൽ തമിഴിൽ മൊഴിമാറ്റിയ ചിത്രങ്ങൾ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു ആ ചിത്രങ്ങൾക്ക്. ചിരഞ്ജീവിയും വെങ്കിടേഷും ബാലയും നാഗാർജുനയും ഒക്കെ മലയാളത്തിൽ താരങ്ങളായിരുന്നു അക്കാലത്ത്. ഇപ്പോഴും താരങ്ങൾ തന്നെ, എന്നാൽ ഇപ്പോൾ അവരുടെ പടങ്ങൾ മൊഴിമാറ്റി അങ്ങനെ വലുതായിട്ട് എത്താറില്ല. ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രഭാസിനൊക്കെയാണ് ഇവിടെ ഡിമാൻഡ്. പ്രഭാസും അല്ലു അർജുനും ഒക്കെ ഉണ്ടെങ്കിലും, മഹേഷ് ബാബുവും ഒക്കെ ഉണ്ടെങ്കിലും, ബാലയ്യ തന്നെയാണ് പ്രതിഫലത്തിൽ മുമ്പിൽ. ബാലയ്യക്ക് ഇപ്പോഴും മാർക്കറ്റുണ്ട്. 64-ാം വയസ്സിലും അദ്ദേഹം ട്രെയിനിനെ കൈകൊണ്ട് പിടിച്ചു നിർത്തുമ്പോൾ, ഓടി വരുന്ന ട്രെയിനിനെ നെഞ്ചും കൈയും കൊണ്ട് തടഞ്ഞു നിർത്തുമ്പോൾ തെലുങ്കർ കൈയടിക്കും. കാരണം ബാലയ്യ അവർക്കൊരു വീരപുരുഷനാണ്. ഒരു ചടങ്ങിൽ വെച്ച് അവതാരികയെ തെറി വിളിച്ച ബാലയെ നമ്മൾ കണ്ടു. പലതവണ വിവാദ പ്രസംഗം നടത്തിയ ബാലയെ നമ്മൾ കണ്ടു. പക്ഷേ ബാലയുടെ സിനിമ തെലുങ്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. ചിരഞ്ജീവിയെ പോലെ തന്നെ അതികായനായി അദ്ദേഹം തെലുങ്ക് സിനിമയിൽ നിലനിൽക്കുന്നു. NTRന്റെ മകനാണ് അദ്ദേഹം. NTRന്റെ കുടുംബത്തിൽ നിന്ന്, NT രാമറാവുവിന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി സിനിമയിൽ എത്തിയതും അദ്ദേഹമാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം, ബാലയ്യക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. ബാലയ്യക്ക് പത്മഭൂഷൺ ലഭിക്കാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. കാരണം പതിറ്റാണ്ടുകളായി തെലുങ്ക് സിനിമയിൽ മഹാമേരുവായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് ട്രോളാണ്, പക്ഷേ തെലുങ്ക് ട്രോളില്ല. തെലുങ്കിൽ പോയി ബാലയ്യ കളി പറഞ്ഞാൽ വിവരം അറിയും, കാരണം പോയി. അതാണ് ബാലയ്യ.